ഇന്ന് വളരെയധികം സ്പെഷ്യലും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ബട്ടർ എഗ് നൂഡിൽസിൻ്റെ ഒരു ഇട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. അത്രയൊന്നും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മുടെ മാഗിയുടെ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളവും എടുക്കേണ്ടത്. ഞാനിവിടെ 2 മാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 30 രൂപയുടെ ഒരു മാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 മതിയെങ്കിൽ 1 ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരല്പം വെന്ത ശേഷം നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മാഗി നൂഡിൽസ് ഉള്ള പൊടി തന്നെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പിടിച്ചു വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. മാഗി നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മാഗി നൂഡിൽസിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ക്യാരറ്റും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒപ്പം 1 പച്ചമുളകും ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് ഒരു ചോപ്പറിലിട്ടാണ് കേട്ടോ ഞാൻ ഇന്നെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല നീറ്റായിട്ട് ചെറിയ പൊടി പോലെ അത് കിട്ടുകയും ചെയ്യും. സോ അതാ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ട് തന്നെ പൊടി പോലെ ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ചോപ്പ് ചെയ്ത വെജിറ്റബിൾസിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ട മുട്ട, 2 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൂടാതെ അതിനൊപ്പം തന്നെ കുറച്ച് ബ്രെഡ് പീസസും ഒരു ജാറിലേക്കിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ പൊടിച്ചെടുത്ത നമ്മുടെ ബ്രെഡും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസി ഇത്ര വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇറച്ചി മസാലയും അതിനൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നേക്കരുതേ. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് വെജിറ്റബിൾസ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് മുട്ടയിലേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് നമ്മുടെ മാഗിയുടെ ആ ഒരു മണവും ടേസ്റ്റ് നൽകുന്നത്. അത് ഒഴിവാക്കിയേക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ചേർത്ത് വെച്ച് ആ വെജിറ്റബിൾസ് മാറ്റർ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം നേരം അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് ബട്ടറിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാഗി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ആ വെജിറ്റബിൾസൊക്കെ മാഗിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ മാഗി നൂഡിൽസ് അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വെന്ത് വന്ന ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബട്ടർ ബ്രെഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെയധികം ഈസിയും ഒരു പ്രത്യേക തരം ബ്രെഡൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുറന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.